Kochi. I love it. Great to be back. Wonderful place. Lovely to be back in India. Definitely we should come back in I will definitely come back. My 6th time here. Hello guys, welcome back to my YouTube channel. ദിവസം മറന്നുപോയി. ഞങ്ങൾ ഞായറാഴ്ച വെറുതെ എന്നത്തെയും പോലെ തന്നെ വെറുതെ ഇങ്ങനെ ഇറങ്ങിയേക്കണേണ്. ലുലുവിൽ പോവാന്നും പറഞ്ഞാൽ ഞങ്ങൾ ആദ്യം ഇറങ്ങിയത്. പിന്നെ എപ്പോഴും പോയി ഒരു ഇത് തോന്നിയില്ല. ഞങ്ങൾ കൊച്ചിയിൽ പോവാന്ന് പറഞ്ഞ് ഞാൻ പട്ടിയുടെ പറയാലോ ഓടുന്നു. കൊച്ചിയിൽ പോവാന്ന് പറഞ്ഞിറങ്ങിയപ്പോൾ കൊച്ചിയിൽ പോകണ വഴിക്ക് ഇവിടെ ഇങ്ങനത്തെ ഒരു പാർക്കുണ്ട്. നല്ല രസമുണ്ട്. പാർക്ക് എന്ന് പറയാനൊന്നുമില്ല, ഇങ്ങനെ ആൾക്കാർക്ക് നടക്കാനും ഒരു വാക്ക് വേ പോലെ. അക്വാസി ഉണ്ട് കൂടെ. അക്വാസി അപ്പം ഇവിടുന്ന് നമ്മളവിടെ അടുത്ത ഒരു ചേച്ചി കപ്പ ഇങ്ങനെ പൊരിക്കണ്ടായി. അതൊക്കെ വാങ്ങിച്ച് അതൊക്കെ കഴിച്ചിവിടെ ഇരിക്കണതാണ്. കുറച്ചു നേരം കഴിഞ്ഞാൽ നമ്മൾ കൊച്ചിയിലോട്ട് പോകും. ഞാൻ വന്നെ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട്, ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. ഓക്കെ അയാൻ പറഞ്ഞേ. ബുക്ക് ചെയ്താ വെള്ളം മഹേന്ദ്രയുടെ ട്രസ്റ്റില് സൂപ്പറാണോ? നല്ല കേട്ടോ. നേരങ്ങളിലൊക്കെ വന്നിരിക്കാൻ നല്ല രസമുണ്ട്. കടകളൊക്കെ വന്ന രസമുണ്ടാവും. ക്വീൻസ്വില്ലെ പോലെ അപ്പുറത്തെ സൈഡ് പുഴ, നടുക്ക് ഇങ്ങനൊരു സംഭവം, പിന്നെ അപ്പുറം റോഡ്. ഇതേത് റോഡാണ്? മര്യാദക്ക് പറയണം. കുണ്ടന്നൂർ കൊച്ചിക്ക് പോണ റോഡ്, തോപ്പും പഠിക്കണ റോഡ്. ഓക്കെ, അതാണ് റോഡ്. ഷെഫീഖ് വാവ്, കൊള്ളാം. അല്ലേ ബാ. അവനിട്ടെടുത്തോണ്ടിരിക്കും. നമ്മൾ ഫോർട്ട് കൊച്ചിക്ക് യാത്ര തുടങ്ങി ഗൈസ്. അപ്പൊ ഇനി ഞാൻ ഗൈസ് എന്ന് പറയില്ല കേട്ടോ. ഹായ് ഫ്രണ്ട്സ്. മറ്റേ നിങ്ങൾക്കറിയാം എന്നാലും ഞാൻ പറയാം. അവൻ കണ്ടിട്ടില്ലേ? അവന്റെ കാടിന്റെ പിച്ചാണ് ഇങ്ങനെ. ഹലോ അച്ചുവാൻ. എവിടെ പോയാലും ഞാൻ അറിയുള്ളൂ. ഹലോ അച്ചുവാണ് അബുദാബിയിൽ നിന്ന്. നമ്മൾ ജ്യൂ ടൗണിൽ വന്നിട്ടുണ്ട്, ജ്യൂ സ്ട്രീറ്റ്. ഇവിടെ ആദ്യമായിട്ടാണ് വന്നത്. കൊച്ചിയിൽ എപ്പോഴും വരുമെങ്കിലും, പക്ഷെ നമ്മൾ വന്നപ്പോഴും ഡച്ച് പാലസ് പൂട്ടി. 5 മണി വരെ ഉള്ളൂ. എല്ലാം 5 മണി വരെ ഉള്ളൂ. പിന്നെ സ്ട്രീറ്റും കാര്യങ്ങളൊക്കെ ഉള്ളൂ. നല്ല രസമുണ്ട് കേട്ടോ. ഭയങ്കര ഒരു ഹെറിറ്റേജ് വൈബൊക്കെ ആയിട്ട്. നല്ല രസമുണ്ട്. വളരെ നല്ലത്. പക്ഷെ പാലസ് കാണാൻ പറ്റൂല. നല്ല സൂപ്പർ കഫേസ് കാര്യങ്ങള് മുകളിലൊക്കെ ആയിട്ട് എന്ത് രസമാണെന്നൊക്കെ. വാങ്ങിച്ചാലോ? എല്ലാത്തിന്റെ പേര് സെയിം തന്നെ. ക്ലാസിക് ആർട്ട് ഗാലറി. ഇത് ക്ലാസിക് ആർട്ട് ഗാലറി. കേറിയൊക്കെയല്ലോ.
ദാ. നിറച്ച് ചെടിയുള്ള ഒരു ഇതല്ലേ, അതൊക്കെ ഇവിടെ കണ്ടാണ്. നല്ല സൂപ്പർ സംഭവങ്ങളുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ വന്നത് ഇച്ചിരി ലേറ്റ് ആയിപ്പോയി. നമ്മള് വന്നത് ഇച്ചിരി ലേറ്റ് ആയിപ്പോയി, ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇവിടെ കുറേ സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ കാണാനുണ്ടായിരുന്നു. നിറച്ച് ഫോറിനേഴ്സ് ഇവിടെ ഉണ്ട്, അവരേ ഉള്ളൂ ഇവിടെ കൂടുതലും. 5 മണിയാകുമ്പോഴത്തേക്കൊക്കെ ഇവിടെ എല്ലാം പൂട്ടുന്ന അവർ പറയണത്. ഇവിടെ എന്തോ ജിഞ്ചർ ഹൗസ് മ്യൂസിയം ഹോട്ടൽ, എന്താ സംഭവം? വാവ്, സൂപ്പർ നൈസ് വൈബ് അല്ലേ? ജിഞ്ചർ ഹൗസ് മ്യൂസിയം ഹോട്ടൽ കയറാൻ പറ്റില്ലേ? നേരത്തെ വന്നോട്ടോ അവിടെയൊക്കെ കൊണ്ടുപോകാൻ. കയറാൻ നല്ല സ്ഥലം കൂടെ ഉണ്ടായിട്ട് നമ്മളിതുവരെ അറിഞ്ഞില്ല. വണ്ടി പോകാൻ പാടില്ലാണ്ട് പുള്ളി വണ്ടി കൊണ്ട് പോകണം. സൂപ്പർ എന്ന് വെച്ചാല് സൂപ്പർ വൈബ്. ഫോട്ടോ വെച്ചിട്ടെന്താണ് ഫോട്ടോ വെച്ചിട്ടുള്ള സ്ഥലങ്ങളാണോ? ഞാൻ എന്നെ എടുത്തോണ്ട് സൂപ്പർ. നല്ല മണ്ടേ ആകുമ്പോ തിരക്കുണ്ടാവൂല. ഞാൻ നല്ല രസമുണ്ട്. എവിടെയാടി ഫോട്ടോ എടുക്കണ സ്ഥലം? എനിക്കോ നല്ല ഇവിടെ ഇരിക്കണല്ലോ. മണ്ടേ ആകുമ്പോ തിരക്കുണ്ടാവൂല. ഞാന് എന്താ സംഭവം നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. എല്ലാം പഴയ സംഭവങ്ങളാണ് അവിടെ. നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല സ്ഥലമുണ്ട്. ഫോറിനേഴ്സാണ് കൂടുതൽ, നമ്മളൊക്കെ കുറച്ചുള്ളൂ കേട്ടോ. കണ്ട എടി നിറച്ച് പുല്ലായിട്ടുള്ളൊരു വീടുണ്ട്. ആ ഞാനത് ഇവിടെ ക്യൂ ആണ് ഫോട്ടോ എടുക്കാനായിട്ട്. ബട്ട് നോ എൻട്രി ഫോർ വെഹിക്കിൾസ്. ഏറ്റവും ഈ ജ്യൂ സ്ട്രീറ്റിൻ്റെ ഏറ്റവും എൻഡിൽ വരുമ്പോൾ ദാ ഈ ജൂതന്മാരുടെ എന്താ സംഭവം എന്ന് എനിക്ക് എനിക്കറിയില്ല. അതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾക്ക് എൻട്രി ഇല്ല. ഡ്രോൺ കൊണ്ടുള്ള ക്യാമറ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. അത് അവരുടെ ജ്യൂസിൻ്റെ എന്തോ സംഭവമാണ്. ഇവിടെ നിന്ന് ക്യൂ ആണ് ഫോട്ടോ എടുക്കാനായിട്ട്. എന്നാലും ഭയങ്കര എസ്തറ്റിക് ആയിട്ടുള്ളൊരു പ്ലേസ് എന്നൊക്കെ നമുക്ക് ഇതിന് വേണമെങ്കിൽ പറയാം. പിന്നെ നമ്മളിത് ഈ സെലിബ്രിറ്റീനെ സമയം കുറച്ചായിട്ടുണ്ട്.
6:30 1 hour ആയി. നല്ല രസമുണ്ട് കേട്ടോ എല്ലാവരും. ഭയങ്കര എസ്തെറ്റിക് ആയിട്ട് ഭയങ്കര ഹെറിറ്റേജ് മോഡിൽ വന്നേക്കണം. എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. ലാസ്റ്റ് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഒരു ഫോർട്ട് കൊച്ചിയുടെ ഈ ജൂയുടെ ഒരു സംഭവമുണ്ട്. അത് അതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് അങ്ങനെ എൻട്രി ഒന്നുമില്ല. ഫോട്ടോ എടുക്കാൻ ഡ്രോൺ വെച്ച് ഫോട്ടോ എടുക്കാനൊന്നും പറ്റില്ല. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. നല്ല തിരക്കും നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട്. അയാനെ താങ്ക് യു പറഞ്ഞേ. താങ്ക് യു. നമ്മൾ വന്നപ്പോൾ ഇവിടെ ഭയങ്കര തിരക്കാർന്നല്ലേ. ഇവിടെ ഉള്ളൊരു മ്യൂസിയം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് കയറിയേക്കണം. ഇതിൻ്റെ ഉള്ളിൽ ആയിരിക്കും രസമല്ലേ. അവനതിപ്പോൾ പൊട്ടിച്ചു കൊടുക്കേണ്ട കാര്യം ഉണ്ടായില്ല. നമ്മൾ ഇതൊക്കെയാടി പകല് പോലില്ലേ. ഈ സമയമായി നല്ലൊരു അടിപ്പം വൈബുള്ള റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിലെത്തി നമ്മൾ. ഇതൊക്കെ എന്ത് രസമാണെന്ന്. വാ, പക്ഷേ ഫോണിൽ കാണുമ്പോൾ ഇരുട്ട് പോലെ ലൈറ്റ്, ശരിക്കും അത് ഇരുട്ടാണ്. നൈസ് 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 നൈസ്. കൊള്ളാം. മോളെ ചീത്തറിയും റെസ്റ്റോറൻ്റ് ആണത്. നമ്മളെന്തെങ്കിലും ഓർഡർ ചെയ്യണം. നമ്മൾ വന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഇതാണ് കേട്ടോ. നല്ല എസ്റ്ററ്റിക് ആയിട്ടുള്ളൊരു ഇതൊരു റെസ്റ്റോറൻ്റ് ആണ്. നിങ്ങന്ന് മാറോ. നല്ല രസം എന്ന് വെച്ചാൽ നമ്മുടെ കായലിൻ്റെ സൈഡിലുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ്. സീ ഫുഡ് ഫോക്കസ് ചെയ്തിട്ടാണ് മെയിനായിട്ട്. എന്നാലും നമ്മൾ ഫോർട്ടിച്ചിലൊക്കെ എപ്പോഴും വരുമെങ്കിലും ഇങ്ങോട്ടൊന്ന് ഇവിടേക്കൊക്കെ വന്നേക്കുന്നത് ഇതാദ്യമായിട്ടാണ്. കണ്ടോ. പിന്നെ ഇവിടെ ഓളിനോളായിട്ടുള്ളത് നമ്മുടെ ഫോറിനേഴ്സ് തന്നെയാണ്. കണ്ടില്ലേ ഇവിടെയൊക്കെ നോക്കിയാൽ നമ്മുടെ പെപ്സിയുടെ ബോട്ടിലാണ്. അങ്ങനത്തെ അല്ല, ഇവിടെ ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട്. സൂപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇങ്ങനത്തെ സ്ഥലമൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ട്. അതുപോലെ തന്നെ how did you feel about Kochi? I love it. Great to be back. It's a wonderful place. Lovely to be back in India. Definitely we should come back. I will definitely come back. My 6th time here. 6th time? Oh, very good. Very lucky. Have a lovely one. Have a lovely one. Okay. Enjoy it. Take care. This is your? My brother-in-law. Nice to meet you. It's my first time in India. First time? Yeah. You should visit. ഇപ്പോൾ ഇരുട്ടായി തുടങ്ങി. ഇരുട്ടായി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വലിയ സംഭവങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ തിരിച്ച് പുറത്തോട്ട് പോകണതാണ്. നല്ല അടിപ്പൻ ആൾക്കാരും നല്ല അടിപ്പൻ സ്ഥലമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. അപ്പോൾ ഒരു ഫോറിനറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളി നമ്മളവിടെ ഫോട്ടോ എടുക്കണുണ്ടപ്പോൾ ഭയങ്കര ചിരിച്ച് ഇങ്ങനെയൊക്കെ ഇതാക്കിയായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ചോദിച്ചു, ഞാൻ ഒരു വീഡിയോ എടുത്തോട്ടെ ചോദിച്ച്. അപ്പോഴാണ് പുള്ളി അങ്ങനെ പറഞ്ഞത് UK-ലാണ് 6 വർഷമായി, 6ാമത്തെ പ്രാവശ്യമാണ് ഇനിയും വരും എന്നൊക്കെ പറഞ്ഞ്. പുള്ളിക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ പോയി സംസാരിച്ചപ്പോൾ. ഞാനും ഭയങ്കര ഹാപ്പിയാണ്. നമ്മുടെ കേരളത്തിനെ കുറിച്ച് ആരെങ്കിലും എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ. പുള്ളിയുണ്ട്. ഇപ്പോൾ വന്നപ്പോൾ ആദ്യമൊക്കെ വന്നപ്പോൾ ഒറ്റയ്ക്ക് വന്നിട്ട് പുള്ളി വേറെ ഫ്രണ്ട്സ് ഫാമിലി ആളുടെ ബ്രദറിൻലോ ഒക്കെ ആയിട്ട് വന്നേക്കണമെന്നൊക്കെ പറഞ്ഞായിരുന്നു. നമ്മളപ്പോൾ ജൂ സ്ട്രീറ്റ് നമ്മൾ പുറത്തോട്ട് പോകണേണ്. കാർ പാർക്കിംഗ് എത്തി. ഇനി നമ്മുടെ പ്ലാൻ എന്താണെന്ന് അറിഞ്ഞുകൂടാ, നോക്കാം. ഇവിടുത്തെ ഇത് പഴയന്നൂർ ഭഗവതി ക്ഷേത്രം എന്ന് പറഞ്ഞൊരു ക്ഷേത്രം, ഒരു അമ്പലം പോലെയാണ്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കയറായിരുന്നു, പക്ഷേ 5 മണി വരെ ഉള്ളൂ. 5 മണിക്ക് നമ്മളിവിടെ എത്തിയപ്പോൾ 5:30 ആയി. 5 മണി വരെ എൻട്രി ഉള്ളൂ. പിന്നെ ബാക്കി സമയം പുറത്തുള്ളവരെ
കണ്ട് പുറത്തിറങ്ങുന്ന സമയം വരെ നമുക്ക് ഉള്ളൂ. അപ്പോൾ ഇതാണ് ശരിക്കും ഡച്ച് പാലസ് എന്നെന്തോ പുള്ളി പറയുന്നുണ്ടായിരുന്നു. അത് നല്ല രസമുണ്ടാകും. അപ്പോൾ ഒരു ദിവസം എന്തായാലും നേരത്തെ വരാമെന്ന് പറയുന്നുണ്ട്. നല്ല രസം എന്ന് വെച്ചാൽ നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ നല്ലൊരു നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വൈബായിരുന്നു. ഞാൻ പറയുമ്പോൾ ഇവരെന്നെ കളിയാക്കും. ഞാൻ അതുകൊണ്ട് മൈൻഡ് ചെയ്യാറില്ല. നിങ്ങൾ തിരിച്ച് കാറിലേക്ക് കയറി പിന്നെ പ്ലാൻ എന്താണെന്ന് വഴിയെ കാണിച്ചു തരാം. നമ്മൾ സമയം കുറേ വഴിക്ക് നമ്മൾ കൊച്ചിയിൽ നിന്ന് നേരെ കുറച്ച് നേരം അവിടെ ഫോട്ടോ വെച്ച് ബീച്ചിലൊക്കെ പോയി. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അതും ഞാൻ വീഡിയോ എടുത്തില്ല. അവിടെ എന്തോ പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു, ഏതോ പാട്ടിൻ്റെയൊക്കെ. ഞങ്ങളപ്പോൾ അവിടെ നിന്ന് പോന്ന് ഇപ്പോൾ സൂഫി മന്തിയിലാണുള്ളത്. അതിനെൻ്റെ ബാക്കിൽ നിന്ന് സൂഫി മന്തിയിൽ വന്നേക്കണാണ് ഫുഡ് കഴിക്കാനായിട്ട്. വന്നവഴിക്ക് ഭയങ്കര ബ്ലോക്കായിരുന്നു, അതുകൊണ്ട് ലേറ്റായി. 9 മണി ആയിട്ടുണ്ട്, 8:45 കഴിഞ്ഞു. ഞാൻ പറയണത് എന്നെ ഇൻവിറ്റേറ്റ് ചെയ്ത് പറഞ്ഞേ വേണ്ട വേണ്ട ഫുഡ് വന്നിട്ട് ഇപ്പം ഉമ്മയ്ക്ക് താങ്ക് യു. നാളെ വന്ന് അപ്പോൾ ഗൈസ് ഇത്രേ ഉള്ളൂ. നമ്മളൊരു കുട്ടി വൈകുന്നേരം അല്ല, നമ്മൾ ജസ്റ്റ് പുറത്തോട്ടൊക്കെ പോയി ഒരു സൺഡേ അങ്ങനെ പറയാം. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചത് സൂഫി മന്തിയിലാണ് വന്നത്. പറഞ്ഞ പോലെ തന്നെ അവിടെ ഭയങ്കര തിരക്കായിരിക്കും ഞായറാഴ്ചയൊക്കെ ആയതുകൊണ്ട്. അതുകൊണ്ട് നമ്മൾ കാറ് പുറത്തായിട്ടേക്കുന്നത്. ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോകും അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. ഞാൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണതാണ്. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ ബൈ. അല്ലാ